അത് ഞാൻ കാര്യം ചെയ്തോട്ടെ. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളമുണ്ട് ഒച്ചപ്പാടും ഉണ്ടാക്കണ്ടല്ലോ. ഈ സീഡിയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാണ്ടിരുന്നു. ഇയാളൊന്നും പറയണ്ട. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. വെള്ളം തായോ പ്രൊഡക്ഷൻ, വെള്ളം തായോ. ആരും ഇല്ലടാ ഇവിടെ. പുള്ളിക്ക് വെള്ളം കൊടുക്കാൻ ആരോട് പറയാനാ? ഞാൻ തന്നെ എടുത്ത് കുടിക്കണം. എന്നിട്ടാണ് കിടന്ന് വെള്ളം ഉണ്ടാക്കിയത്. അതെ, ഈ സീഡിയെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ട. ഇതിനകത്തുള്ള കാര്യങ്ങളും എല്ലാം എനിക്കൊന്ന് പറയണ്ടേ? മുത്ത എന്നാ വർത്താനായി പറയുന്നത്? ഇപ്പം ബ്രേക്ക് പറഞ്ഞിരിക്കല്ലേ, ഇനി പറഞ്ഞ ആര് കേൾക്കാനാ? ആണോ? ബ്രേക്ക് സമയത്ത് ഇയാളൊന്നും പണയണ്ട. ആണോ? ഈ ചെതലരിച്ചവനെയൊക്കെ മുത്തേന്ന് വിളിക്കേണ്ട എന്റെ ഒരു ഗതികേട്. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വിളി വന്നോണ്ടിരിക്കുക. തന്തക്കും തള്ളക്കും വല്ലതും ആണോ? അതിപ്പോഴും വിളിക്കുന്നതല്ലേ? ഇതല്ല. ദൈവമേ, നമ്മുടെ വാർത്ത കണ്ട് ഈ എക്സ്ക്ലൂസീവ് കണ്ടിട്ട് എല്ലാരും വിളിച്ചോണ്ടിരിക്കുക. ഇതോടുകൂടി നമ്മൾ റേറ്റിംഗിൽ നമ്പർ 1 ആകും. നിങ്ങളോട് രണ്ടുപേരോട് കേട്ടോ എനിക്ക് ഈ സീഡിനെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ പൊന്നു ചേട്ടൻ ഇപ്പൊ സംസാരിക്കരുത്. ഞങ്ങളുടെ ചാനൽ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. പിന്നെ ഈ സാറ് ചോദിക്കുമ്പോ മാത്രം സംസാരിച്ചാൽ മതി. അതിന് അങ്ങനെ എന്നോട് വല്ലതും ചോദിച്ചിട്ട് വേണ്ടേ? ചുമ്മാ ചാടിക്കാരി വല്ലതും ചോദിക്കാൻ പറ്റുമോ? ഇതിന് ചില കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? എന്നാ കണക്ക് നോക്കിട്ട് അല്ലെങ്കിൽ ചോദിക്കാനേ. അല്ല സാറ് ചോദിക്കുന്നു. അതെ, നമ്മുടെ ഈ ചാനൽ ചർച്ചയ്ക്ക് സ്ഥിരം വരാറുള്ള ചില വാബളിയന്മാരില്ലേ, അവര് വന്നിട്ടുണ്ടോ? എന്റെ സാറേ, അവര് രാവിലെ തൊട്ട് മേക്കപ്പ് ഇട്ടിരിക്കുക. വേറെ എന്നതാ പണി? വന്നോ? എന്നാ അവരെ വിളിക്കാം. പിന്നെ വാർത്ത വായിക്കുമ്പോ ഇളകി കളിക്കരുത്. ക്ലോസ് കിട്ടുന്നില്ല കേട്ടാ, ഷെയ്ക്കായി പോവാ. ശ്രദ്ധിച്ച് വായിക്കും. എന്റെ കിളവ ഞാനല്ല വായിക്കണത്, അങ്ങനെ വായിക്കണത്. എന്റെ അടുത്ത് വന്ന് കുണുകുണാന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യം അവിടെ വെച്ചൊന്ന് പറ. അല്ല, എല്ലാ വായിച്ച് ഞാനല്ലാന്ന്. ഞാൻ എത്ര നേരം കൂടിയാണല്ലോ പിടിച്ച്. ഇതേ കളറേ ഇല്ലോ. ഞാൻ ആള് മാറിപ്പോയടാ. നോക്ക്, ഈ വാർത്ത വായിക്കുമ്പോ ഇളകി കളിക്കരുത്, ഷെയ്ക്കാവുണ്ട്, ക്ലോസ് കിട്ടുന്നില്ല. എന്റെ അങ്കിളെ, ഞാനല്ല വാർത്ത വായിക്കുന്നത്, ഈ സാറാ. ഇങ്ങോട്ട് വരൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കല്ലോ. ഒരാള് വായിക്കും വാർത്ത. ശ്രദ്ധിക്കണം കേട്ടോ, ഷെയ്ക്കായി പോകുന്നുണ്ട്. എത്ര കാലമായി വായിക്കാൻ തുടങ്ങിയിട്ട് വാർത്ത. ശ്രദ്ധിക്കണം കേട്ടാ. എന്റെ പൊന്നു മൂടൽ മഞ്ഞേ, ഞാൻ വായിച്ചോളാം. ഇതിനിടക്കറി ഇടങ്കോലുണ്ടാക്കരുത്. അല്ല, ക്യാമറ അടി നീ. അയ്യോ, ഞാനിതൊന്ന് പറഞ്ഞോട്ടെ ഇതിന്റെ കാര്യം. നമ്മുടെ ഗസ്റ്റുകൾ വന്നല്ലോ, വേഗം കയറുവാ, ബ്രേക്ക് തരാറായി. കയറുവാ. സാർ അവിടെ നിന്നു. ഓ, ഇവിടെ അല്ലേ? ബോർഡ് കയറ്റി വെച്ചോളൂ. ഓക്കെ സാർ റെഡിയല്ലേ? ഞാൻ റെഡിയല്ല. എന്താ കുഴപ്പം? അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ല. അവിടെ ഒരു ബോർഡ് ഒന്ന് വെച്ചേക്കണം, ഇവിടെ ഒരു ബോർഡ് ഒന്ന് വെച്ചേക്കണം. എന്നാ കാരണം? കണ്ട വായിച്ചിട്ട് എന്താ തോന്നിയ? കണ്ണൂര്, ഇത് കോഴിക്കോട്. ആ സാർ സംസാരിക്കുന്നത് എവിടെ നിന്നറിയോ? കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ വിഷയത്തിൽ നിന്ന് പ്രതികരിക്കുന്നത്. കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട്. ഇദ്ദേഹം സംസാരിക്കുന്നത് കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പ്രതികരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇടതും വലതും രണ്ടുപേരെ കൊണ്ടുവരുന്നത് കണ്ണൂർ സ്റ്റുഡിയോ കോഴിക്കോട് സ്റ്റുഡിയോ ആക്കുവാണ്. അതെ, അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ മാത്രമല്ല, എല്ലാ ചാനലിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ആണോ? മുത്തിനറിയാമോ? മുത്തേ, ഈ മാതിരി കളിപ്പീരാണ് എല്ലായിടത്തും നടക്കുന്നത്. ഞാനിപ്പോ എവിടെയാ നിൽക്കണേ? മുത്തിപ്പോ എന്റെ കൂടെ ഈ സ്റ്റുഡിയോയിലല്ലേ നിൽക്കുന്നത്. ആണല്ലേ? അതെ. എന്നാ ആയിക്കോട്ടെ. മുത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കളി മൊത്തം നടക്കുന്നത്. ആണല്ലേ? അപ്പൊ എനിക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പാടില്ല. അവർ കോഴിക്കോട് സ്റ്റുഡിയോയിലും കണ്ണൂർ സ്റ്റുഡിയോയിലും നിൽക്കുന്നവരാണ്. അവരെ നോക്കുവോ തോണ്ടുവോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇയാൾ കോഴിക്കോട് സ്റ്റുഡിയോയിലാണ്, ഇയാൾ അങ്ങോട്ട് നോക്കി. അതെ. അപ്പൊ ഞാൻ ചെയ്യാൻ ചോദിച്ചോട്ടെ, എനിക്ക് കണ്ണ് പൊട്ടിച്ചൊന്ന് നോക്കാൻ പറ്റും? ഇങ്ങനെ കണ്ണിന്റെ കൃഷ്ണമണി മറിച്ച് നോക്കാം. അങ്ങനെ മറിച്ചൊന്ന് നോക്കാൻ പറ്റും? എടോ, ഈ കറുത്ത സാമാനം മറിക്കുന്ന കൂട്ടത്തിൽ പുറകോട്ട് പോയാൽ തന്റെ കണ്ണ് കാണുമോ? പിന്നെ കാണത്തില്ല. എന്തൊരു മണ്ടനാണോ ഇത്? എന്നാ ആയിക്കോട്ടെ, മറിക്കണ്ട, നേരെ നോക്കി പറഞ്ഞാൽ മതി. തിരിച്ചു പോരാം. ഹലോ, ശ്രീ രത്നാകരൻ, കേൾക്കാമോ? ഈ മാതിരി കിടന്ന് ഒച്ച വെക്കണ്ടല്ലോ. തൊട്ടടുത്ത് ഇയാളല്ലേ വിളിക്കണം, വിളികെട്ടാനോ? അത് കോഴിക്കോടാണ്. അയ്യോ, കോഴിക്കോട് സ്റ്റുഡിയോ നിൽക്കുന്ന ആളോടല്ലേ ചോദിക്കുന്നത്. മുത്ത് അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. ശ്രീ രത്നാകരൻ, താങ്കളുടെ ചെവിയിൽ ആപ്പടിച്ചു വെച്ചേക്കുവാണോ? താങ്കൾക്ക് കേൾക്കാമെങ്കിൽ താങ്കളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെട്ട ഈ കേസിൽ താങ്കൾക്ക് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ എന്താണ് മൊഴിയാനുള്ളത്? അല്ലെങ്കിൽ എന്താണ് ഉര ചെയ്യാനുള്ളത്?
എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ പ്രതിപക്ഷത്തിൻ്റെ ഞങ്ങളെ താഴെ ഇറക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ രഹസ്യ അജണ്ടയായിട്ടാണ് എനിക്കിതിനെ കാണാൻ സാധിക്കുന്നത്. ഇത്തരം ഓലപ്പാമ്പുകൾ ഇട്ട് ഞങ്ങളെ പേടിപ്പിക്കരുത് എന്നൊരു കാര്യം മാത്രമേ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം പറഞ്ഞു. നന്ദി ശ്രീ രത്നാകരൻ. ദിവാകരൻ കേൾക്കാമോ? ഹലോ ദിവാകരൻ, തന്റെ ചെവിക്ക് ഒരു കുരുവില്ലെങ്കിൽ ദിവാകരൻ എനിക്ക് പറയാനുള്ളത് വളരെ നിഷ്ഠൂരവും വളരെ പൈശാചികവും അരാജകത്വമായ ഒരു സംഭവമാണ് ഇവിടെ നടമാടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളത്തിൽ ഇങ്ങനൊരു വലിയൊരു സംഭവം, അതും ഭരണപക്ഷത്തിൽപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുമ്പോൾ, ഭരണപക്ഷം അതിന് വേണ്ട സകല ഒത്താശയും ചെയ്തു കൊടുക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മിസ്റ്റർ രത്നാകരൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനെതിരെ വൻ പ്രക്ഷോഭങ്ങളാണ് ഞങ്ങൾ പുറപ്പെടുവിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് നിങ്ങൾ മോചിതരാകാൻ കുറഞ്ഞതൊരു 10 മാസമെങ്കിലും പിടിക്കും. ഞങ്ങളുടെ ചെറുപ്പക്കാർ തെരുവിലിറങ്ങി ഇതിനു വേണ്ടി സമരം ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്. അടിപൊളിയാ, സൂപ്പറായിട്ട്. കണ്ണൂർ പോയി കൈ കൊടുക്കുന്നു. അയ്യോ, ഞാൻ പെട്ടെന്ന് കൈ വിട്ടുപോയി. മുത്താൻ ഇത് കുളവാക്കിയാൽ എന്തോ ഇങ്ങനെ ചെയ്യുന്നു. സോറി. നന്ദി ശ്രീ ദിവാകരൻ. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കേരളവും തമിഴ്നാടും കൈകോർത്തിട്ടും കിട്ടാത്ത ആ CD-യുടെ പ്രസക്ത ഭാഗങ്ങൾ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനു മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. ഇങ്ങനെ നോക്കല്ലേ കുഞ്ഞ്, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നീയും കൂടെ ആ ചെറുതിനെ പറഞ്ഞ് മനസ്സിലാക്കണം. നീ വായുവൊക്കെ ആയിട്ട് എങ്ങോട്ടാ? ഞാൻ പോവാ. എങ്ങോട്ട്? എന്റെ വീട്ടിലോട്ട്. എന്റെ പൊന്നടി, അവരാ കാസറ്റ് ഒന്ന് കാണിക്കട്ടെ. ഞാനുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് നീ ഇതുമായിട്ട് വീട്ടിൽ പോകും. നിങ്ങൾ ഇനി ഒരു അക്ഷരം പറയണ്ട. ഈ സിജു രാധാകൃഷ്ണനും ഹരിത നായരും തമ്മിൽ നിങ്ങൾക്ക് എന്താ ബന്ധം? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു ബന്ധമില്ലെന്ന്. എന്റെ അച്ഛൻ വിളിക്കുന്നുണ്ട്. അച്ഛനാണോ? നമ്മൾ അങ്ങോട്ട് വരുവാന്ന് പറ. നമ്മളോ? എനിക്കിവിടെ നിക്കപ്പുറത്തി ഇല്ലടി. ഹലോ അച്ഛ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അച്ഛ, ഇയാളാണ് ശരിയല്ല. എനിക്ക് ഇനി ഇയാളുടെ കൂടെ ജീവിക്കണ്ട അച്ഛ, ഞാൻ അങ്ങോട്ട് വരുവാ. എന്റെ പൊന്നേടി, ആ കാസറ്റി കാണിക്കുന്നത് ഞാനാണോ ഇല്ലയോ എന്നൊന്ന് അറിഞ്ഞിട്ട് നീ എന്തേലും തീരുമാനം എടുക്ക്. ഇത്രയും കാണിച്ചു കൂട്ടിയതും പോരാ, ഇനി അതൊക്കെ TV-യിൽ വരുന്ന നിങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുവാണല്ലേ? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടാ മതി. ഞാൻ പോവാ. എടി അതിനെ അങ്ങ് പോയാൽ എങ്ങനെയാടി? അതിനെ കൂടെ കൊണ്ടുപോകും. അതിനെ നിങ്ങൾ നോക്കിക്കോ. ഈ പാടുള്ളതിനെ എന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്, അത് ഈ സമയത്ത്. അതെന്തിയേ? അയ്യോ, ഇതെന്തൊരു പാപാടേ, എൻ്റെ പരീക്ഷണമാണോ ഇത്? ഇവനെയൊക്കെ ഇടിവാള് വെട്ടുള്ളൂ. ആവശ്യമില്ലാത്തതെല്ലാം TV-ക്കകത്ത് കാണിക്കുന്നു. ഇതാരാ ഇത്? ഓ, അണിയാണോ? അവനും കിട്ടുമോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഹലോ. ആ, എന്നാടാ? എന്നാ പ്രശ്നം? എന്റെ കോലവോ? ഈ കോലം കെട്ടിരിക്കുന്ന എന്റെ കോലവോ? ഓ, ഇനി അതുകൂടെ മിച്ചമുള്ളൂ. വെച്ചിട്ട് പോടാ നീ അവിടുന്ന്. ഇനി കവലയ്ക്ക് ഇറങ്ങാൻ പറ്റിയല്ല. നിന്നെ ഞങ്ങൾ എത്തിക്കും. ഇത് വെറും സൂചന മാത്രം. നിന്നെ ഞങ്ങൾ എത്തിക്കും. കത്തിക്കും.